Good morning, all. Today we are going to deal with a poem from Hornbill, Childhood, written by Marcus Nathan. Marcus Nathan, he was a Norwegian poet, and there's not much information about his personal life or his biography. So this poem, particularly Childhood, in this the poet himself is a narrator. He writes this poem to show his concern or to lament his lost childhood. As the title suggests, അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഓർമ്മ അല്ലേ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമത്തിനെ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ പോയമാണ് ചൈൽഡ്ഹുഡ്. Now let's read the stanza 1. When did my childhood go? Was it the day I ceased to be 11? Was it the time I realized that hell and heaven could not be found in geography and therefore could not be? Was that the day? So സ്റ്റാൻസ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിൾ ലൈൻസ് ആണ്. എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളുള്ള കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം നഷ്ടപ്പെടുമ്പം എല്ലാവരും ചിന്തിക്കുന്ന സെയിം തോട്ടാണ്. എപ്പോഴാണ് ആ കുട്ടികളുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻസ് നമുക്ക് നഷ്ടപ്പെട്ടാണ്. വി നോ ദാറ്റ് ചിൽഡ്രൻ ആർ ദേ വെർ വെരി മച്ച് ഇന്നോസെൻറ്റ് ആൻഡ് ദേ ആർ വെരി പ്യുവർ. പിള്ള മനസ്സിൽ കള്ളവില്ല എന്നൊക്കെ നമ്മൾ പറയും. സോ ആസ് വി ഗ്രോ അപ്പ് വി ലോസ് ദാറ്റ് സോർട്ട് ഓഫ് ഇന്നസെൻസ്. നമ്മൾ വലുതാക്കി കഴിയുമ്പോഴും ഓരോ ഏജ് കഴിയുമ്പം ഇപ്പം നിങ്ങൾ ജനിക്കുമ്പോൾ ഉള്ള ഇൻഫാൻസി പീരീഡ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കം ടോഡ്ലറായിട്ട് നടക്കുന്ന ഒരു പീരീഡ്, ദെൻ ഇറ്റ് ബിക്കം ചൈൽഡ്ഹുഡ് ആൻഡ് ദെൻ വി കം അക്രോസ് അഡൽട്ട്ഹുഡ്, ദെൻ അഡോളസൻസ്, അഡൽട്ട്ഹുഡ്, അത് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ടീനേജ് അഡോളസൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വി ലോസ് ദാറ്റ് സോർട്ട് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസ് ഇൻ നാസ്. ചൈൽഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നോ വി ലോസ്റ്റ് ഓൾ ദാറ്റ് ഇന്നസെൻസ്. അത് മനുഷ്യ സഹജമാണ്. സോ ദ പോയറ്റ് ഈസ് ആസ്കിങ് ഹിംസെൽഫ്, വെൻ ഡിഡ് മൈ ചൈൽഡ്ഹുഡ് ഗോ? അദ്ദേഹം സ്വയം റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലം എനിക്ക് നഷ്ടപ്പെട്ടതാണ്. Was it the day I ceased to be 11? Was it the time I realized that hell and heaven could not be found in geography and therefore could not be? നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കുന്ന ഒരുപാട് ഫാൻറ്റസി സ്റ്റോറീസിലും കാര്യങ്ങളിലും ഒക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ടേമാണ് ഹെൽ ആൻഡ് ഹെവൻ. ഓപ്പോസിറ്റ് മീനിങ് ഉള്ള രണ്ട് കാര്യങ്ങൾ, ഹെൽ ഹെവൻ എന്നുള്ളത്. ഈവൻ നൗ ഇപ്പോഴുള്ള ഒരു ഫിലിംസിൻ്റെ തീംസിലായാലും റീസെൻ്റ്ലി ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഹെൽ ആൻഡ് ഹെവൻ. സോ കുട്ടിക്കാലത്ത് നമ്മളെക്കുറിച്ച് നമുക്ക് ഹെൽ എന്ന് അല്ലെങ്കിൽ ഹെവൻ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് നമുക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ മുത്തശ്ശിമാരെ പറഞ്ഞു തരുന്ന കഥയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാർട്ടൂൺസോ അതിനെയൊക്കെ ബേസ് ചെയ്തത് വി ഹാവ് എ സോർട്ട് ഓഫ് ഇമേജ്. സോ ഈ പോയറ്റ് സ്വയം ചോദിക്കുന്നത്, അദ്ദേഹം പഠിത്തമൊക്കെ തുടങ്ങി സ്കൂളിലൊക്കെ പോയി ജോഗ്രഫിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലാവും ദിസ് ഹെൽ ഹെവൻ എന്നുള്ള കൺസെപ്റ്റൊക്കെ അത് എഡ്യൂക്കേഷൻ്റെ ഒരു ഗുണമാണ്. ഇത്തരം തോട്ട് ഓഫ് ഫാൻറ്റസീസ് ഒന്നും ഇല്ല എന്നുള്ളൊരു ബോധം നമുക്ക് ജോഗ്രഫി ക്ലാസ് റൂംസ് നമുക്ക് തരും. വി ദെൻ ലേൺ അബൌട്ട് ദിസ് സ്പേസ്, astronomy, astronomical features, planets, അതിനൊക്കെ മനസ്സിലാകുമ്പം വി നോ ദാറ്റ് ഹെൽ ആൻഡ് ഹെവൻ ഇസ് എൻ ഉട്ടോപ്യൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഇമാജിനറി കൺസെപ്റ്റ് ആണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കും. സോ ദ പോയറ്റ് ഈസ് ആസ്കിങ് ഹിംസെൽഫ് വെദർ ഹി ലോസ്റ്റ് ഹിസ് ചൈൽഡ്ഹുഡ് വെൻ ഹി റിയലൈസ് ദാറ്റ് ബോത്ത് ദിസ് ഹെൽ ആൻഡ് ഹെവൻ ആർ ഇമാജിനറി. അതായത് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ കേട്ട് പരിചയിച്ച കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആയിരുന്നു എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ആ റിയലൈസേഷൻ കിട്ടിയതിന് ശേഷമാണോ എൻ്റെ കുട്ടിക്കാലം എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പോയറ്റ് സ്വയം ചോദിക്കുകയാണ്. സോ he wonders about when his childhood came to an end. ആ ജനിച്ച് കുറേ നാൾ പ്യൂറസ്റ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന ആ കുട്ടിക്കാലം ഇന്ന് വലുതായപ്പോൾ ഹി ലോസ്റ്റ് ഇറ്റ്. അതപ്പം എപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഫസ്റ്റ് ചിന്തിക്കുന്നത്, വാസ് ഇറ്റ് ദ ടൈം വെൻ ഐ റിയലൈസ് ദറ്റ് ഹെൽ ആൻഡ് ഹെവൻ ആർ ഇമാജിനറി കൺസെപ്റ്റ്സ്. സോ നെക്സ്റ്റ് ആൻസർ, when did my childhood go? Was it the time I realized that adults were not all they seemed to be? They talk of love and preached of love but did not act so lovingly. Was that the day? So നിങ്ങൾ ഈ പോയം വായിക്കുമ്പം you can find that ഓരോ സ്റ്റാൻസയിലും ഫസ്റ്റ് ലൈൻ and the last line are the same. They are repeating in every stanza except for the last one. And this kind of repetition of phrases or a line or group of lines is known as refrain. So refrain ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു poetical device ആണ്. Refrain means repetition of a phrase, a line or group of lines continuously in a poem, especially in the last line. And here you can see in the first three stanzas, both the line when did my childhood go and was that the day are repeating except for the last one. So this sort of repetition is actually giving an emphasis of what the theme is all about. The theme is ultimately about when did his childhood go, and actually he was trying to find out when was the time that he lost his childhood. So the pointed device, refrain. So back to the stanza. When did my childhood go? Was it the time I realized that adults were not all they seem to be? ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ കുട്ടിക്കാലം കഴിഞ്ഞ് നമ്മളൊരു അഡൾട്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഏജിലേക്ക് കടക്കുമ്പോഴത്തേക്ക്
നമുക്ക് ആ ഒരു ഇന്നസെൻസും ആ പ്യൂരിറ്റിയും ഒക്കെ നഷ്ടപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന കുറേ ഫിലോസഫീസ് ഉണ്ട്, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണിക്കാറില്ല. നമ്മൾ നോർമലി പറയും ഉപദേശിക്കാൻ എളുപ്പമാണെന്ന് പറയും. ഈ ഫിലോസഫി പറയുന്ന എത്ര പേര് ആ ഫിലോസഫീസ് അവരുടെ ലൈഫിൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഇപ്പം നമ്മളൊക്കെ ആയാലും വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നമ്മുടെ സ്റ്റേറ്റസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ചില കോഡ്സ് ആയിരിക്കാം, ഫിലിമിലെ ഒരുപാട് ഡയലോഗ്സ് ആയിരിക്കാം, അതൊക്കെ ആ ഒരു സുഖത്തിന് വേണ്ടി ഇടുന്നതാണ്. അതല്ലാതെ നമ്മളിപ്പം ജോക്കർ പറയുന്ന ഡയലോഗ്സോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യാറില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഷോ ഓഫ്. അതിൻ്റെ ശരിക്കും ഒരു അർത്ഥം ഉൾക്കൊണ്ടൊന്നും ആയിരിക്കില്ല ഈ ഓഷോയുടെ ഒക്കെ ഫിലോസഫീസ് ഒക്കെ എടുത്ത് സ്റ്റേറ്റസ് ഇടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അതിൽ എത്ര പേർക്ക് ഓഷോ ആരാണെന്ന് പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതാണ് നമ്മളുടെ ഒരു, അല്ലെങ്കിൽ മനുഷ്യൻ വളർന്നു പോയാലുള്ള കുഴപ്പം. എസ്പെഷ്യലി മനുഷ്യൻ്റെ കുറച്ച് വിവരം വെച്ച് വല്ലാതെ കുഴപ്പം ഇതാണ്. വി ബിലീവ് ഇൻ സോ മച്ച് ഷോ ഓഫ്സ്. പക്ഷേ ഈ പറയുന്ന ഫിലോസഫീസ് ഒന്നും നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കബിൾ ആക്കത്തില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് ദ പോയിന്റ് വാസ് ആസ്കിങ്. ആ ഒരു സ്റ്റേജിലാണോ ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് ചൈൽഡ്ഹുഡ്? അതായത് കുഞ്ഞായിരുന്നു, കുറച്ച് വലുതായപ്പോഴത്തേക്ക് പുറമേ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ നടപ്പിലാക്കത്തില്ല. ഹി റിയലൈസ് ദ റിയാലിറ്റി ഓഫ് വാട്ട് ഓർ ഹൗ അഡൾട്ട്സ് ആർ. എല്ലാ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഏജിലേക്ക് കടക്കുന്ന എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. പുറമേ ഒന്നാണെങ്കിൽ അവർക്കുള്ളിൽ വേറൊന്നായിരിക്കും. ദേ ഓൾവേസ് വിയർ എ മാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ശരിക്കുമുള്ള നമ്മൾ ആരാണെന്ന് ഈവൻ നമ്മളോട് പോലും ചോദിച്ചാൽ വി ഡു നോട്ട് ഹാവ് ആൻ ആൻസർ. That's a problem of adult age, and that's a difference between childhood and adult age. So the poet was asking to himself that due to this hypocritic nature of adults that he lost his childhood. പുള്ളി ഒരു അഡൾട്ടായി ആ സമയത്ത് ആ ഒരു ഹിപ്പോക്രസി, നമ്മൾ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കാതിരിക്കുന്ന ആ ഒരു ഹിപ്പോക്രാറ്റിക് നേച്ചർ കൊണ്ടാണോ ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് ചൈൽഡ്ഹുഡ് എന്നാണ് പുള്ളി സ്വയം ചോദിക്കുന്നത്. ഹി തിങ്സ് ലൈക്ക് ദിസ് because he know that childhood is a synonym of that purity and innocence, and he lost that in himself now. So the second stanza he talks about the Hippocratic nature of human being as an adult, and in the first stanza he was asking about, or he was finding about why he lost or when he lost his childhood. And third stanza, when did my childhood go? Was it when I found my mind was really mine, to use whichever way I chose, producing thoughts that were not those of other people but my own and mine alone? Was that the day? So here again he is speaking, the poet is speaking about his individuality. നമ്മൾ ഗ്രോണപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലിയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി വരും. വി ഹാവ് എ സോർട്ട് ഓഫ് യൂണിക്നെസ് ഇൻ us. ഇൻഡിവിജ്വാലിറ്റി അറിയാമല്ലോ. ഇപ്പം കുറേ പേര് തെക്കോട്ടാണെങ്കിൽ നമ്മൾ തിരിച്ച് വടക്കോട്ട് നടക്കും. അത് നമ്മളുടെ ഉള്ളിലെ ഇൻഡിവിജ്വൽ തീമാണ്. ബിക്കോസ് വി ഹാവ് അങ്ങനെ ആ ഒരു കോൺഫിഡൻസോടുകൂടി എല്ലാവരും പോകുന്ന ദിശയിലേക്ക് പോകാതെ തിരിച്ച് ഓപ്പോസിറ്റ് രീതിയിൽ ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ആ ഒരു കൺവിക്ഷൻ ഉണ്ടായിരിക്കും അവരെക്കുറിച്ച്. ദേ ഹാവ് ദറ്റ് കോൺഫിഡൻസ് ഇൻ ദംസെൽസ്. അങ്ങനെയുള്ള കൺവിക്ഷൻ വരുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയും ദറ്റ് ഹി ഓർ ഷീ ഹാവ് ആൻ ഇൻഡിവിജ്വാലിറ്റി. ആ ഇൻഡിവിജ്വാലിറ്റി അറ്റൈൻ ചെയ്തപ്പോഴാണോ ദറ്റ് ഐ ലോസ്റ്റ് മൈ ചൈൽഡ്ഹുഡ്? അടുത്ത ചോദ്യം അതായിരുന്നു. So he was actually searching for possibilities that why he lost or where he lost his childhood. And the first stanza, he was thinking it in a rational way, because he thought that it's because when it might be when he realized that hell and heaven are imaginary concepts. And the second stanza, he was thinking about this Hippocratic nature. Might be because of the Hippocratic nature of the adult in himself. That's why he lost his childhood. And the third stanza, he was asking, or he was thinking about his individuality, that realizing himself as an individual. ആ ഒരു യുണീക്നെസ് കിട്ടിയതിന് ശേഷമാണോ ആ കുട്ടിയായിരുന്ന അല്ലെങ്കിൽ ആ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഇന്നസെൻസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെന്ന്. സോ ഓരോ സ്റ്റാൻസിലും ഹി വാസ് കണ്ടിന്യൂസ്ലി ആസ്കിങ് ഹിംസെൽഫ് ഈച്ച് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിനൊന്നും അദ്ദേഹത്തിന് ഒരു കറക്റ്റ് റിപ്ലൈ കിട്ടുന്നില്ല, ബിക്കോസ് ഹി വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഹൗ എക്സാക്ട്ലി ഹി ലോസ്റ്റ് ഹിസ് ചൈൽഡ്ഹുഡ്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ചോദ്യമല്ല, ഒരു ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സ്വയം ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കോളേജ് ലൈഫും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇമാജിൻ ദറ്റ് യു ആർ വർക്കിംഗ് ഇൻ എ ഫേം ഓർ എന്ത് പ്രൊഫഷനും ആയിക്കോട്ടെ. ദ ഫസ്റ്റ് തിങ് ദറ്റ് യു മിസ്, വാട്ട് എവർ യു ഹാവ്, വാട്ട് എവർ തിങ്സ് യു അച്ചീവ് ഇൻ യുവർ ലൈഫ്, ദ ഫസ്റ്റ് തിങ് യു മിസ് ദ മോസ്റ്റ് വിൽ ബി യുവർ ചൈൽഡ്ഹുഡ്, എസ്പെഷ്യലി യുവർ സ്കൂൾ ലൈഫ്. നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, എന്ത് ബോറാണ്, ടീച്ചേഴ്സ് എന്ത് സുഖമാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. യൂഷ്വലാണ്, ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് ഒരു ടീച്ചറായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടികളുടെ ലൈഫാണ് ഏറ്റവും സുഖം എന്നുള്ളത്. ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം യു ഡോണ്ട് ഹാവ് എനി സോർട്ട് ഓഫ് ആങ്സൈറ്റീസ് ഓർ വറീസ് അബൌട്ട് ലൈഫ്. നിങ്ങൾ സ്കൂളിൽ വരുന്നു, സ്കൂളിൽ കൂടി പോയാൽ ടീച്ചർ ചോദിക്കും, അടിക്കും. ആ ഒരു കാര്യമായിരിക്കും നിങ്ങളെ അറ്റ് ദാറ്റ് പ്രസൻറ്റ് പോയിന്റ് ഓഫ് ടൈം നിങ്ങളെ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്നത്. അതല്ലാതെ
ഓക്കെ ഒബ്വിയസ്ലി നിങ്ങളുടെ ഫാമിലിയിലെ പ്രോബ്ലംസ് ഒക്കെ കാണാം. പക്ഷേ നിങ്ങൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. യു ആർ ഫ്രീ ലൈക്ക് എ ഫ്രീ ബേർഡ്. ഓടിച്ചേർന്ന് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോട് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹീ ഡസൻറ്റ് ബോദർ. അവനത് അറിയേണ്ട ആവശ്യമല്ല. ഹീ ഈസ് ലിവിങ് ഇൻ ഹിസ് ഓൺ വേൾഡ്. അവിടെ അവന് വീട്ടിലെ ബുദ്ധിമുട്ടോ നാട്ടിലെ പ്രശ്നമോ സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസോ ഹീ നെവർ കെയർസ് ഫോർ ദാറ്റ്. സോ ആ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടതായിരിക്കും ദ ഫസ്റ്റ് തിങ്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് എപ്പോഴും നമ്മൾ നൊസ്റ്റാൾജിയ തരുന്നൊരു കാര്യമായിരിക്കാം നമ്മളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സോ ഗ്രോണപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ദ ഫസ്റ്റ് തിങ് ദാറ്റ് എവ്രി വൺ വിൽ മിസ് ഇൻ ദർ ലൈഫ് വിൽ ബി ദ ചൈൽഡ്ഹുഡ്. കുട്ടിയായി ഒന്നും ചിന്തിക്കാതെ ഫ്രീ ബേർഡായിട്ട് നടക്കുന്ന ആ ഒരു ഓപ്പൺ ഹാർട്ടായിട്ട് നടക്കുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈം ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹിയർ ദ പോയറ്റ് ഈസ് സ്പീക്കിംഗ് അബൌട്ട്. ലാസ്റ്റ് സ്റ്റാൻസ, where did my childhood go? സോ ഇത്രയും നേരം നിങ്ങൾ എല്ലാ സ്റ്റാൻസും ദ ഫസ്റ്റ് ലൈൻ വാസ് when did my childhood go, എപ്പോൾ പോയി എന്നുള്ളതായിരുന്നു ചോദ്യം. ഇൻ ദിസ് സ്റ്റാൻസ where did my childhood go, എവിടെ പോയി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മൈറ്റ് ബി he might get that answer, എപ്പോഴാണ് ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുക എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി കാണാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് where did my childhood go? It went to some forgotten place that's hidden in an infant's face, that's all I know. സോ ആ ചൈൽഡ്ഹുഡ് എവിടെ പോയി എന്നുള്ളതിന് he did not have an answer. He was actually cherishing the memories of his lost innocence. ആ കുട്ടിയായിരുന്ന കാലത്തെ ആ ഇന്നസെൻറ്റ് ഫേസിലുണ്ടായിരുന്ന ചൈൽഡ്നെസ്, ആ ക്യൂട്ട്നെസ് ഇന്ന് അദ്ദേഹത്തിനില്ല. ഇറ്റ് ഹാവ് ഗോൺ ടു സം ഫോർഗോട്ടൺ പ്ലേസ്. നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാത്ത എവിടെയോ ഒരു, നമ്മൾ അനാദി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ അറിയാത്തൊരു വിദൂര സ്ഥലത്തേക്ക് ആ ചൈൽഡ്ഹുഡ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഹി വാസ് ആക്ച്വലി റെഫറിങ് ടു ദ ലോങ് ലോസ് ദറ്റ് ഹി ഹാഡ്, ആൻഡ് at the same time he was also cherishing all those moments that he had while he was very, very much happy as an infant. ഒരു കുഞ്ഞിൻ്റെ മുഖത്തെ ചിരി, അല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്ലഷറുണ്ട്. ആ പ്ലഷറിലേക്കാണ് അദ്ദേഹം കുറച്ചും കൂടെ ഒന്ന് ബാക്കിലോട്ട് പോയത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു കൊറോണയുടെ സമയത്ത് വീട്ടിലിരിക്കുമ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ചാറ്റിംഗ് അവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ കുറച്ച് നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. ഇത് ഇപ്പോഴത്തെ നിങ്ങളുടെ ജനറേഷനിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് സ്കൂളിൽ നടന്നൊക്കെ പോയി ഇങ്ങനെ അവിടെയും തല്ലി ഇവിടെയും തല്ലി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. എല്ലാ വീട്ടിലെ കയ്യാലെല്ലാം കയറി അവിടെ നിന്നും പറിച്ച് ഇവിടെ നിന്നും പറിച്ച് അങ്ങനെ നടക്കുന്നൊരു ചൈൽഡ്ഹുഡ് ഉണ്ട്. സോ കോൾഡ് ടിപ്പിക്കൽ ഓൾഡ് കേരള സ്റ്റൈൽ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുന്നത്. അതൊരുപാട് മിസ് ചെയ്യുന്നവരായിരിക്കും ഇന്നത്തെ ഒരുവിധം പ്രായമുള്ള എല്ലാ ആൾക്കാരും മിസ് ചെയ്യുന്നത് അതായിരിക്കും. ഇപ്പം എന്നോടൊക്കെ ആയാലും എൻ്റെ പേരൻസ് ഇപ്പോഴും പറയുന്നവർ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്ന കാര്യമാണ് അവരുടെ കുട്ടിക്കാലം. സോ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എല്ലാ ജനറേഷനും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മിസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ആൻഡ് ദാറ്റ്സ് വാട്ട് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം. ദ പോയറ്റ് വാസ് ആക്ച്വലി ആസ്കിങ് ഹിംസെൽഫ് ദാറ്റ് വെൻ ഡിഡ് ഹി ലോസ് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് വെയർ ഹി ലോസ്റ്റ് ഇറ്റ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് രണ്ടിനും അദ്ദേഹം ആൻസർ കണ്ടെത്തുന്നുണ്ട്. വെൻ ഡിഡ് ഹി ലോസ് എന്നുള്ളത് ഈവൻ ഒന്നുകിൽ അത് the moment when he become rationalized in his life, അതല്ലെങ്കിൽ when he become an unique individual, അല്ലെങ്കിൽ when he realizes what individuality is, or when realizing the Hippocratic nature of human beings. ഈ മൂന്ന് സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ഒക്കെ ആകാം ലൈഫിൻ്റെ ക്രോസ് റോഡ്സിൽ he lost that innocence of his childhood. And where did his childhood go എന്നുള്ളത് ഇപ്പോഴും ആ ഇൻഫൻറ്റിൻ്റെ ഫേസിൽ, when he was an infant, that smile on his face, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഇപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുന്നത്. And it is highly impossible to go back to that time, that when we were a small infant, a cute infant with a cute smile in our face, but we can cherish all those moments. നമ്മളുടെ മെമ്മറീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പാസ്റ്റ് എന്ന് പറയുന്ന പാസ്റ്റിലെ മെമ്മറീസ് എപ്പോഴും നമുക്ക് ചെറിഷ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പണ്ട് നടന്ന എല്ലാ നല്ല കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് നമുക്ക് ഇപ്പോഴും സന്തോഷിക്കാം. എല്ലാവർക്കും കാണും അങ്ങനത്തെ കുറേ മെമ്മറീസ്. എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യത്തിലും ചില ഫേസസ്, ചില മെമ്മറീസ് ഓർക്കുമ്പം അറിയാതെ നമ്മുടെ മുഖത്തൊരു സ്മൈല് വരും. ആൻഡ് ദാറ്റ്സ് എ ഗുഡ്നെസ് ഓഫ് പാസ്റ്റ് മെമ്മറീസ്. നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാം, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എപ്പോഴും മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഇറ്റ്സ് ലൈക്ക് എ പാസ്പോർട്ട്. നമ്മൾ ജീവിച്ചിരുന്ന കടന്നു പോയിരുന്ന ലൈഫിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും മെമ്മറീസ്. ആൻഡ് നൗ ദ പോയറ്റ് ഈസ് വെരി മച്ച് ഹാപ്പി ദാറ്റ് ഹി ഹാസ് ഹിസ് ചൈൽഡ്ഹുഡ് ബാക്ക് ഇൻ ദാറ്റ് ക്യൂട്ട് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. പക്ഷേ ഇവിടെ ഒന്നുകിൽ തിരിച്ചു പോകാൻ ഒക്കില്ല, ബട്ട് സ്റ്റിൽ at least he had find the answer to his questions. When did his childhood go and where did his childhood go? So this was the poem, a small poem with a very beautiful theme. Main ആയിട്ട് പറയുന്ന theme, central theme, as I said, that his
investigation around his childhood. Where did his childhood go and when did he lose his childhood? And another theme is rational nature of human being, individuality of a human being, and as well as the Hippocratic nature of human beings. So these were the underlying themes or the sub-themes of the poem. സോ പോയം വായിക്കുക, സിമ്പിൾ പോയമാണ്. ഇതിന് മുൻപ് ഒരു ചാപ്റ്റർ ഉണ്ട്, ഞാനത് മനഃപൂർവ്വം എടുക്കാനാണ്. ഒരു ചാപ്റ്റർ കഴിഞ്ഞല്ലേ, സോ ബാക്ക് ടു ബാക്ക് അത്രയും ടഫ് ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഐ സ്റ്റാർട്ട് വിത്ത് ദിസ് പോയം. സോ ഇനി നമുക്ക് ഹോൺബിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് കവർ ചെയ്യാൻ ഫാദർ ടു സൺ ഒരു പോയം ഉണ്ട്, സിൽക്ക് റോഡ് ആൻഡ് ബ്രൗണിംഗ് വേർഷൻ. only 3 chapters are left in this text book. ഐ ഹോപ്പ് ഇതുവരെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇങ്ങോട്ട് കിട്ടാത്തതുകൊണ്ടാണ്, ഡൗട്ട്സ് ഒന്നും ആരും ചോദിക്കാത്തതുകൊണ്ട്. ഐ ആം ഹോപ്പിംഗ് ദാറ്റ് യു ആർ ഓൾ ഗെറ്റിംഗ് the theme and idea of each and every chapter. സോ പോയം വായിക്കുക, സിമ്പിൾ പോയമാണ്. ആൻഡ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിപ്പം കുട്ടികളായിരിക്കുന്ന ഈ സമയത്ത് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക കേട്ടോ. ഇതിപ്പം നമുക്ക് നേരിട്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാൻ പറ്റാത്തത്. അപ്പം ഇതിൽ കൂടെ ആയാലും പറയുന്നു, ഈ ഒരു ടൈം മാക്സിമം എൻജോയ് ചെയ്യുക. കഴിവതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളോ ചെറിയ ചെറിയ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോയി നന്നായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഈ ടൈമിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല. ആ ഒരു ടൈം കടന്നു വന്നതുകൊണ്ടും അതിൻ്റെ റിഗ്രറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. സോ എൻജോയ് യുവർ ചൈൽഡ്ഹുഡ്, എൻജോയ് യുവർ സ്കൂൾ ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോറി, ബിഫോർ ഗോയിങ് ഐ സെറ്റ് റെഫ്രെയിൻ ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞു. And another thing, personification. In the entire poem, the poet actually personified childhood. He thinks that it has left and gone somewhere else. അദ്ദേഹത്തിനെ ഇട്ടിട്ട് ചൈൽഡ്ഹുഡ് എവിടെയോ പോയി എന്നുള്ളൊരു തോട്ടാണ് അദ്ദേഹത്തിനുള്ളത്. സോ he had personified childhood in the poem, and as I said, refrain is also used in the poem. ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്ന രണ്ട് പോയറ്റിക് ഡിവൈസസ്. മറ്റത് ബാക്കിയുള്ള പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ആൻഡ് ദിസ് does not have a single rhyming scheme. ഓരോ സ്റ്റാൻസയ്ക്കും സെപ്പറേറ്റ് റൈം സ്കീമാണ്. സോ ജസ്റ്റ് കോൺസെൻട്രേറ്റ് on these 2 things, personification and refrain. So as I said, enjoy your childhood to its fullest. So that's all for today. Have a nice day. Thank you.